അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ സഫർ മാസമാണ് ഇത്. സഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും ഭയപ്പാടോടെ നേരിടുന്ന ഒരു മാസമാണ് സഫർ. എന്നാൽ സഫറിനെ നമ്മൾ ഭയക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. എല്ലാ മാസത്തിലെയും നെഹ്സുള്ള ദിവസങ്ങളെപ്പോലെ സഫറിലും ചില ദിവസങ്ങളിൽ നെഹ്സുണ്ട്. ആ ഒരു ദിവസങ്ങളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. അതുപോലെ സഫറിലെ 2 ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ആണ്ട് നെഹ്സ് ദിവസമായി കണക്കാക്കുന്ന സഫർ 10ഉം അതുപോലെ സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയും, ഈ 2 ദിവസങ്ങളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സഫർ മാസത്തിലുള്ള നെഹ്സ് ദിവസങ്ങളെക്കുറിച്ചിട്ടാണ്. സഫർ 3, 5, സഫർ 10. സഫർ 10 ആണ് ആണ്ട് നെഹ്സിൻ്റെ ദിവസമായിട്ട് കണക്കാക്കുന്നത്. അത് കൂടുതൽ ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ സഫർ 10നെ നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ സഫർ 13, സഫർ 16, 21, സഫർ 24, 25, 28 ഇത്രയും ദിവസങ്ങളാണ് സഫർ മാസത്തിലെ സഫർ ദിവസങ്ങളിൽ നെഹ്സുള്ള ദിവസങ്ങളായി കണക്കാക്കുന്നത്. ഇനി ഇത് നമ്മുടെ കലണ്ടർ പ്രകാരം ജൂലൈ, ആഗസ്റ്റ് മാസത്തിൽ കണക്കാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സഫർ 3 തുടങ്ങുന്നത് ജൂലൈ 29-നാണ്. അപ്പോൾ ജൂലൈ 29, 31. അതുപോലെ ആഗസ്റ്റ് 5-നാണ് സഫർ 10 കണക്കാക്കപ്പെടുന്നത്. ആഗസ്റ്റ് 5 ദിവസം സഫർ 10 പ്രത്യേകം സൂക്ഷിക്കുക. ഇനി വരുന്നത് ആഗസ്റ്റ് 8, 11, 16, 19, 20, 23. ഇതിൽ ആഗസ്റ്റ് 20 എന്ന് പറയുന്നത് സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയാണ്. 3,20,000 ആപത്തുകൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു ദിവസമാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആഗസ്റ്റ് 20-ന് പ്രത്യേകിച്ചും സഫറിലെ അവസാനത്തെ ബുധനാഴ്ച നല്ല കാര്യങ്ങൾ, വീട് വെക്കുവാൻ, വിവാഹം, അതുപോലെ വാഹനം വാങ്ങിക്കുക, പൈസയുടെ ഇടപാടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടക്കമിടുന്നത് ഇത്തരത്തിലുള്ള നെഹ്സുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ സഫർ മാസത്തിൽ ഒരു പ്രയാസവും അല്ലാഹു തആല നൽകിയിട്ടില്ല. അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.